നമസ്തേ. കുലദേവ ആരാധന, ശാക്തേയ ആരാധന, ധർമ്മദൈവ ആരാധന, ഇത് ശരിക്കും പ്രേത ആരാധനയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പറയാൻ കാരണം മറ്റൊന്നുമില്ല. കഴിഞ്ഞ ദിവസം എന്നെ കാണാനൊരു പാർട്ടി വന്നിരുന്നു. ഇവിടെ ഒരു തറവാട്ടിലെ കുറച്ച് ആൾക്കാർ, 3-4 ആൾക്കാർ വന്നു. അവരുടെ തറവാട്ടിൽ ശാക്തയുണ്ട്, അഗ്നിഭാകർമ്മങ്ങളുണ്ട് ഇതൊക്കെ പറഞ്ഞു. തറവാട് ഏകദേശം ആൾ നിൽക്കാനില്ലാതെ ഇതോ നാശോശം വരികയാണ്, വീഴുന്ന അവസ്ഥയിലെത്തി. നമുക്ക് ഈ കർമ്മം ഒന്ന് കഴിച്ചു തരണം എന്നിട്ട് വന്നത്. അപ്പോൾ ഞാൻ അവർ വന്നപ്പോൾ ഞാൻ ലക്ഷണം പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ പ്രയാസങ്ങളെ കാണിക്കുന്നതാണ്. ലക്ഷണപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾ ശരിയല്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ദേവതക്ക് വേണ്ടുന്ന ഇതൊന്നും ദേവതക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥകളൊക്കെയാണ് കണ്ടത്. അപ്പോൾ അവിടെ കഴിഞ്ഞ വർഷം ചെയ്തത് വലിയൊരു ആചാര്യൻ്റെ ശിഷ്യനാണ്. ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെയും അതുപോലെ തന്നെ തറവാടുകൾ ക്ലാസ്സൊക്കെ വെക്കുന്ന ഒരു ആളാണ് അവിടെ കർമ്മം ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഒരു ദോഷം കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയെന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അല്ലാതെ എന്താ പറയണ്ടേ, അതിൻ്റേതായിട്ടുള്ള വഴികളിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടത്. കാരണം നമ്മളൊരു കുലത്തിലെ ദേവതകളെ കർമ്മത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ കുലത്തിന് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ആ കുലത്തിലെ പ്രയാസങ്ങൾ എങ്ങനെ തീർക്കാമെന്നല്ലേ. അല്ലാതെ കയ്യിൽ വരുന്ന ദക്ഷിണയിൽ മാത്രം വിചാരിച്ചിട്ടാണോ ഈ വഴിക്ക് സഞ്ചരിക്കേണ്ടത്? അപ്പോൾ ഇത് ഞാനവിടെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21ഓളം പ്രേതങ്ങളുടെ പ്രതിമയുണ്ട് ശാക്തേയ റൂമിൽ. അവിടെ ആ തറവാട്ടിൽ ആരും മരിച്ചാൽ ആ പ്രേതങ്ങളെ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ സമയത്ത് ആ പ്രേതങ്ങളെ നിരത്തി ഒരു വലയിൽ വെച്ച് എനിച്ചാണ് ശാക്തേയ കർമ്മങ്ങൾ. ദേവീൻ്റെയും ഗുരുവിൻ്റെയും പീഠത്തിൻ്റെ ഇപ്പുറം ഇതൊക്കെ വെച്ചിട്ടാണ് ശാക്തേയ കർമ്മങ്ങൾ. ഇതാണോ ശരി? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇത് ശരിയായ പ്രവണതയാണോ? ഇങ്ങനെയാണോ വേണ്ടത്? ശാക്തേയ ആരാധനയിൽ പ്രേതങ്ങൾക്കാണോ കൂടുതൽ ആധിപത്യം കൊടുക്കേണ്ടത്? അല്ലെ പ്രേതാരാധനയാണോ ഇത്? നമ്മളൊരു കാര്യം അറിയില്ലെങ്കിൽ അത് പഠിച്ചിട്ട് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ആ വഴിക്ക് പോവാതിരുന്നൂടെ? എന്തിന് ഓരോ കുലത്തെ എങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു? കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒരു വാക്കുകളോ പ്രവൃത്തികളോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നതൊക്കെ കേട്ടായിരിക്കും നിങ്ങളെ കാണാൻ ആൾക്കാർ വരുന്നുണ്ടാകുക. നിങ്ങൾ എന്ത് ചെയ്യുന്നെന്ന് അവരറിയുന്നില്ലല്ലോ. അപ്പോൾ ദേവിയേത് ഒരു കുലത്തെ നശിപ്പിക്കാണ്ടിരിക്കുക നിങ്ങൾ. അത് ശാക്തേയം പ്രേതാരാധനയല്ല. ശാക്തേയത്തിൽ ആ തറവാടിലെ ഗുരുത്തപ്പന്മാരെ ആചരിക്കുന്നുണ്ട്, ശരിയാണ്. അത് എന്ന് കരുതി അവിടെ മരിക്കുന്ന എല്ലാ പ്രേതങ്ങളെയും വെച്ചു കൂട്ടലല്ല ശാക്തേയ കർമ്മം. ആ ഗുരു മുത്തപ്പന്മാർ എന്ന് പറയുമ്പോൾ ആ തറവാട്ടിൽ ആ ദേവിയെ ആചരിച്ചു എന്ന ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുരു സാന്നിധ്യത്തിലേക്ക് ലയിക്കുന്നതും കാണും. പ്രശ്നവശാൽ ആ ഗുരുസ്ഥാനത്തിലേക്ക് ലയിപ്പിക്കണ്ടെങ്കിൽ ആ ആളുടെ ആ ചൈതന്യത്തെ, ഗുരുവിലേക്ക് ഉയർന്ന ആ ചൈതന്യത്തെ ആ പീഠത്തിലേക്ക് ലയിപ്പിക്കും. അല്ലാതെ ആ ആവാഹിച്ചു വെച്ച ആ പ്രേതത്തിനെയും അതിൽ വെച്ച് അതിനെല്ലാം കർമ്മം ചെയ്യേണ്ടത്. എന്താണ് ചെയ്യുന്നതെന്നുള്ള വ്യക്തമായ ബോധം വേണം ഒന്നുകിൽ. അതില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കാണ്ടിരിക്കുക. ഒരു തറവാട് നശിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കർമ്മത്തിൽ കൂടെയാണ്. ഇതിലും വലിയ വിരോധാഭാസം അവിടെ കണ്ടത് വേറൊരു കാര്യമാണ്. അവിടെ വടക്കേ വിഭാഗം ശാക്തേയമാണ്. വടക്കേ വിഭാഗത്തിൽ എടുത്ത കോഴീനെ, അർത്ഥ കോഴീനെ എടുത്ത് ശാക്തേയത്തിന് നിവേദിക്കുക.
ഇതേത് ആചാര്യനെ വലിയ ആചാര്യനാണോ ഇവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ തിരിയാതെ. വടക്കീമ്പാ കർമ്മത്തിൽ അറുത്ത് കൊടുത്ത കോഴീൻ്റെ എടുത്തിട്ടാണ് ദേവിക്ക് പാചകം ചെയ്ത് ശാക്തേയത്തിൽ നിവേദ്യമായിട്ട് കൊടുക്കുക. എവിടെയാണ് ഈ കർമ്മം പറഞ്ഞിട്ടുള്ളത്? കർമ്മം ചെയ്ത ആളുടെ പേരോ കാര്യമോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ, വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിക്കേണ്ടിയിട്ടല്ല പറയുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിത് വലിയ ആചാരവേഷം കെട്ടി നടന്നിട്ട് നിങ്ങളൊരു സമൂഹത്തെ നശിപ്പിക്കാൻ കൂട്ടുകയല്ല. നിങ്ങൾക്കറിയില്ലേ അതിൻ്റെ വഴികൾ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യും. ഒരു ദേവതക്ക് കൊടുത്ത ബലി അതിൻ്റെ ഉച്ഛിഷ്ടം എടുത്തിട്ട് ശാക്തേയ ദേവതക്ക് നിവേദിക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് കർമ്മമാണത്? ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രമാണമില്ലേ ഓരോന്നിനും? ആ പ്രമാണത്തിൽ എവിടെയും പറയുന്നുണ്ട് ഇങ്ങനെ. ശാക്തേയത്തിൽ പ്രേരാധാന, ഭുവനേശ്വരി കർമ്മത്തിൽ കാളികർമ്മത്തിലൊക്കെ പ്രേത ആരാധനയല്ല ഉള്ളത്. ആ ഗുരുവിൻ്റേതായിട്ടുള്ള ഒരു ചൈതന്യത്തെ ആ ഗുരുവിലേക്ക് ലയിപ്പിക്കുന്ന, ഗുരുമുത്തപ്പന്മാരിലേക്ക് ലയിപ്പിക്കുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതി ആ തറവാടിൽ മരിക്കുന്ന പ്രേതങ്ങളെയൊക്കെ നിരത്തി വെച്ച്, പ്രതിമകളൊക്കെ നിരത്തി വെച്ച് ആ ശാക്തേയ റൂമിൽ വെച്ചിട്ട് കർമ്മം ചെയ്യുന്ന ഒരു പദ്ധതിയും ശാക്തേയ കർമ്മത്തിലില്ല. അത് ആ തറവാട്ടിലെ ക്ഷയിക്കാനേ ഇടവരുത്തു, നശിപ്പിക്കാനേ ഇടവരുത്തു ആ കുലം. അപ്പോൾ ഇതൊക്കെ അവനവൻ്റെ കീശയിലേക്ക് വരുന്ന ധനം മാത്രം നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു കർമ്മം ഉണ്ടാവുകയല്ല. നിങ്ങൾ കരുതുന്നുണ്ടാവും ഇന്ന് കിട്ടിയ ധനം, പക്ഷേ നിങ്ങൾ തന്നെ കരുതിക്കോ, നിങ്ങൾ ധർമ്മം അല്ല ചെയ്യുന്നെങ്കിൽ, ധർമ്മത്തിനെതിരായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തന്നെ നശിപ്പിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. അവിടെ അവർ കഴിഞ്ഞ വർഷം ചെയ്തതിൽ എന്തല്ലോ പാലപ്പുഴ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ഈ വർഷം എത്തിയത്. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ താമൂല പ്രശ്നം വെപ്പിച്ചു. അപ്പോൾ അത് കണ്ട് അവർ ഇന്നുവരെ ചെയ്തതൊക്കെ തെറ്റാന്ന് പറയുന്നത്. ആ പ്രേതങ്ങളെയൊക്കെ അവിടെ നാവായിച്ച് മാറ്റണം. 21ഓളം പ്രേതങ്ങളുണ്ട് അവിടെ അകത്ത്. ഇപ്പം നിവേദ്യം കഴിക്കുന്നതൊക്കെ പ്രേതങ്ങളാണ്. അവിടുത്തെ ദേവിക്കോ ഗുരുവിനോ ഒന്നും കിട്ടുന്നില്ല. ആ പ്രേതങ്ങളെയൊക്കെ ആവാഹിച്ച് മാറ്റി വടക്കേ ഭാഗത്തിനും ശാക്തേയത്തിനും ഓരോ കൊക്കുടം വീതം അറുത്ത് കർമ്മം ചെയ്യണം. അങ്ങനെയാണ് വിധി. അല്ലാതെ വടക്കേ ഭാഗത്തിന് എടുത്ത ഭദ്രക്ക് കൊടുത്ത ആ കോഴിയുടെ ഉച്ചിഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ആ വടക്കേ ഭാഗം കഴിഞ്ഞാൽ അകത്ത് നിഴലൂട്ട് എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്. അതിന് ഏത് നേദ്യങ്ങൾ വെച്ച് കൊടുക്കുക? ഈ കോഴിയെ പാചകം ചെയ്ത് 3 നിലയിൽ വെക്കുന്നൊരു കർമ്മമുണ്ട്. അപ്പോൾ അത് വേണ്ടാന്നാണോ? അല്ലെങ്കിൽ ഒരു ദേവതക്ക് കൊടുത്ത ഉച്ചിഷ്ടമാണോ കുലപര ദേവതയായിട്ടുള്ള ആ ദേവതക്ക് കൊടുക്കേണ്ടത്? അപ്പോൾ ഇത് ശാക്തേയത്തിലെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളൊരു ശാക്തേയം കഴിക്കുന്ന തലവാടാണെങ്കിൽ അവിടെ കഴിക്കുന്ന ആൾത്തരങ്ങൾ മാറ്റണമെന്നോ അല്ലെങ്കിൽ മാറണമെന്നോ ചിന്തിക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പരസ്യം കണ്ട് അറിയുന്ന ആൾക്കാരെ മാത്രം തേടി പോവല്ല വേണ്ടത്. നിങ്ങൾ ആ വ്യക്തിയെപ്പറ്റി ശരിക്കൊന്ന് പഠനം ചെയ്യുക. ഇദ്ദേഹം പോകുന്ന തറവാടുകൾ ഏതാണ്, ഇദ്ദേഹം കഴിപ്പിക്കുന്ന തറവാടുകളിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്, അതെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ ആളെ ഏൽപ്പിക്കുക. എൻ്റെ അടുത്ത് വരണമെന്നോ ഇന്നയാളത്ത് വരണമെന്നോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ വേണ്ടത് ആ ശാക്തേയ കർമ്മം ചെയ്യുന്ന ആ വ്യക്തിയെ നല്ല രീതിയിൽ പഠിക്കുക. ഇദ്ദേഹം എങ്ങനെയാണ്, ഇദ്ദേഹം പോകുന്ന തറവാടുകളിൽ ഇപ്പോഴെങ്ങനെയുണ്ടെന്നൊക്കെ അന്വേഷിക്കുക. എന്നിട്ടേ നിങ്ങൾ ഏൽപ്പിക്കാവൂ. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളും പടുകുഴിയിൽ വീഴും. ഇതാണ് ഈ പറയാനുള്ളത്. കാരണം ഒരു കുലം നശിക്കാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ട. ആ ചെയ്യുന്ന കർമ്മത്തിൽ തെറ്റായി പോയാൽ തന്നെ ആ കുലം നശിക്കും. ആ ചെയ്യുന്നവനും വരും, നിങ്ങളെ തറവാടിന് ബാധിക്കും. അതിൽ യാതൊരു സംശയമൊന്നും വേണ്ട. ചെയ്യുന്നവനും കിട്ടും. പക്ഷേ എന്നാലും നിങ്ങളെ കുലം നശിപ്പിക്കുന്നത്. അപ്പോൾ ആ കുലത്തിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ആരെയാണോ ഏൽപ്പിക്കുന്നത്, ഏതെങ്കിലും പറയുന്ന ആൾക്കാർ കേട്ടിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പരസ്യം കണ്ടിട്ടോ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടോ ഏൽപ്പിക്കാതെ ആ കണ്ട വ്യക്തിയെ പറ്റിയിട്ട് നല്ലോണം ആലോചിച്ച് അവരെ കൊണ്ട് അന്വേഷിച്ച് അവരെ നല്ല വിധത്തിൽ അന്വേഷിച്ച് അവർ പോകുന്ന തറവാടുകളിൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് കൂടി നിങ്ങൾ അന്വേഷിച്ച് ഏൽപ്പിക്കണ്ടു. അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ പരാജയം വരാം. ഇതിനാണ് പറയാനുള്ളത്.